നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആസ്മയിൽ നിന്നും വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ശുണ്ഡലാസനം. ശുണ്ഡലാസനം ചെയ്യേണ്ട വിധം: നിവർന്നു നിൽക്കുക. പാദങ്ങൾ 2-2.5 അടി അകറ്റി വയ്ക്കുക. കൈകൾ അതാത് വശങ്ങളിൽ നീട്ടി തുടയോട് ചേർത്ത് പിടിക്കുക. നേരെ നോക്കുക. സാവധാനം ശ്വാസം എടുക്കുന്നതിനോടൊപ്പം കൈകൾ അതാത് വശങ്ങളിൽ കൂടെ, മുന്നിൽ കൂടിയല്ല, മുട്ടുവളയ്ക്കാതെ നേരെ തലയ്ക്ക് മുകളിലേക്ക് എടുത്ത് നീട്ടി താഴത്തേക്ക് പിടിച്ച് നിൽക്കുക. കൈകൾ ചെവികളോട് ചേർന്നിരിക്കണം. ശ്വാസം അകത്തോട്ടെടുക്കുന്നതിന് കൂടി വേഗതയും കൈകൾ മുകളിലെടുക്കുന്നതും വേഗതയും തുല്യമായിരിക്കണം. 2-3 സെക്കൻഡ് ആ നിൽപ്പിൽ നിന്നിട്ട് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് അതേപടി ഉടലും തലയും കൈകളും കുനിഞ്ഞു വന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾ കാലുകളുടെ മധ്യത്തിൽ കൂടെ പുറകോട്ട് നീട്ടി കഴിയുന്നത്ര പൊക്കിപ്പിടിക്കുക. ശ്വാസം വിട്ടു തീർന്നതോടൊപ്പമാണ് ഇത്രയും നടക്കേണ്ടത്. 2-3 സെക്കൻഡ് ശ്വാസം വേളയിൽ നിർത്തിയിട്ട് ശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും തലയും കൈയും ഒപ്പം ഉയർത്തി കൈകൾ ആദ്യത്തെ പോലെ മുകളിലേക്ക് നീട്ടിപ്പിടിച്ച് നിൽക്കുക. 2-3 സെക്കൻഡ് കഴിഞ്ഞ് പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ അതാത് വശങ്ങളിൽ കൂടെ താഴത്തോട്ട് തുടകൾ ചേർത്ത് വയ്ക്കുക. ശാരീരിക ചലനങ്ങൾ ഓരോന്നിനും സാവധാനം വേണം. ഇപ്പോൾ ഒരു തവണ ശുണ്ഡലാസനമായി. ഇത് 5 തവണ അഭ്യസിക്കുക. ആന തുമ്പിക്കൈ ആട്ടുന്നതിന് അനുകരിച്ചു കൊണ്ടുള്ള ഒരു ആസനമാണത്. ഈ അഭ്യാസത്തിൽ ദീർഘമായ 2 ശ്വാസവും 2 ഉച്ഛ്വാസവും നടക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആസ്മയ്ക്ക് ഇതൊരു യോഗ ചികിത്സയാണ്. ശ്വാസകോശങ്ങൾ സങ്കോച വികാസം ലഭിക്കുന്നു. ആസ്മയുള്ളവർ കാലത്തും വൈകിട്ടും 15 മിനിറ്റ് വീതം അഭ്യസിച്ചാൽ വളരെ ആശ്വാസം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ആസ്മയിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ശുണ്ഡലാസനം ദിവസവും പരിശീലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബായ്.